ജയ് ശ്രീറാം ആപ്കി ബാർ 400 എന്ന മുദ്രാവാക്യം ഇനിയില്ല. 17ാം ലോക്സഭ ഫെബ്രുവരിയിൽ പിരിയുമ്പോൾ ഈ മുദ്രാവാക്യമായിരുന്നു BJP ഉയർത്തിപ്പിടിച്ചത്. പകരം മോദി മോദി വിളികൾ മാത്രമായിരുന്നു 18ാം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ ഭരണപക്ഷം ഉയർത്തിയത്. മൂന്നാം വട്ടം അധികാരമേറിയതിന്റെ ആത്മവിശ്വാസം ഭരണപക്ഷത്തുണ്ടെങ്കിലും 18ാം ലോക്സഭയുടെ ആദ്യ ദിനം സമ്മേളിച്ചപ്പോൾ ആവേശം പ്രകടമായത് പ്രതിപക്ഷ നിരയിലാണ്. ഇനി അറിയേണ്ടത് ആരാണ് പ്രതിപക്ഷ നേതാവെന്നും ആരാണ് സ്പീക്കർ എന്നുമാണ്. ആരായിരിക്കും ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവ്? കഴിഞ്ഞ 10 വർഷമായി പാർലമെന്റിന്റെ 2 നിര സീറ്റുകളിലായി ഒതുങ്ങിയ പ്രതിപക്ഷം ഇത്തവണ സഭയുടെ 1/3 കൂടുതൽ സീറ്റുകൾ കൈവശപ്പെടുത്തിയ കാഴ്ചയാണ് തിങ്കളാഴ്ച നാം കണ്ടത്. സത്യവാചകം ചൊല്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുന്നേറ്റപ്പോൾ മോദി മോദി എന്ന മുദ്രാവാക്യത്തിന് ഭരണഘടനയുടെ പകർപ്പുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷം മറുപടി നൽകിയത്. ഇന്ത്യ എന്നത് ഏകാധിപത്യത്തിന്റെ രാജ്യമല്ല, ജനാധിപത്യത്തിന്റെ രാജ്യമാണ് എന്ന് പ്രതിപക്ഷം തങ്ങളുടെ ഈ പ്രതികരണങ്ങളിലൂടെ കൃത്യമായി വിശദീകരിച്ചു. അമിത്ഷായുടെ സത്യപ്രതിജ്ഞാ സമയത്തും സമാന രംഗം തന്നെയാണ് നടന്നത്. മുൻപും പ്രതിപക്ഷം ഇത്തരത്തിൽ സഭയ്ക്കുള്ളിൽ പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അംഗബലം കുറവായതുകൊണ്ട് തന്നെ കാര്യമായ മുഴക്കം സൃഷ്ടിച്ചിരുന്നില്ല. ഇത്തവണത്തെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം കൂടിയെന്നതിനു പുറമെ മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പദവിയും കോൺഗ്രസിന് കിട്ടുന്നുവെന്നതും സ്പീക്കർ സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്നും ഒരാൾ മത്സരിക്കുന്നുവെന്നതാണ് ആ സവിശേഷത. അതും ചരിത്രത്തിൽ ആദ്യമായൊരു സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ലോക്സഭയുടെ ആകെ അംഗങ്ങളുടെ 10-1 സീറ്റുകൾ ലഭിക്കുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിക്കാണ് ലോക്സഭാ നേതൃസ്ഥാനം ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി സ്ഥാനമേൽക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന സൂചന. ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. രാഹുലിനോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ മുൻപ് ചേർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ആഹ്വാനം ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ BJP കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പട്ടികയിൽ കണ്ണും നട്ടിരിക്കുന്നവർ 1-2 അല്ല. രാഹുൽ ഗാന്ധിക്ക് പുറമെ ലാലു പ്രസാദ് യാദവ്, അഖിലേഷ് യാദവ്, മമതാ ബാനർജി, കെജ്രിവാൾ ഇങ്ങനെ നീളുന്നു പട്ടിക. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച നേതാക്കൾ. മോദി സർക്കാർ അധികാരത്തിലേറിയ കഴിഞ്ഞ 2 തവണയും ഈ പദവിയിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ ആ സ്ഥാനം കോൺഗ്രസിന് ലഭിക്കുമെന്നത് നിസ്സംശയം പറയാം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കാണ് രാഷ്ട്രീയമായ നിർണായകമായ മറ്റൊരു പദവി. മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ 2 തവണയും നിഷേധിച്ചിരുന്നു. ഇത്തവണ കോൺഗ്രസിന് പ്രതിപക്ഷ പദവി ലഭിക്കുമെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകില്ലെന്നാണ് ഉറപ്പിച്ചു തന്നെയാണ് BJPയുടെ കരുനീക്കങ്ങൾ. ഭരണപക്ഷവും പ്രതിപക്ഷവും സമവായത്തിൽ എത്താതായതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിനായി നീങ്ങിയത്.